അങ്ങനെ ഒരു 4-5 മണിക്കൂറത്തെ മഴയും കൊണ്ട് ഷങ്ങായി എത്തിക്കും. ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. ഇതാണ് ഷങ്ങായി സിറ്റിൻ്റെ ഫസ്റ്റ് വ്യൂ. ഈ ചൈനയിലെ എല്ലാ എന്താ പറയണ്ടേ ഓരോ, അതായത് ബീജിംഗ് ആണെങ്കിലും നഞ്ചങ് ആണെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലെ കാണാം. പക്ഷേ ഷങ്ങായിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇങ്ങനത്തെ ബിൽഡിങ് ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ ഈ പെട്ടി എടുത്ത് വെക്കൂല, നമ്മളിങ്ങനെ കൊള്ളി കുത്തി വെച്ച പോലെയാണ് ഇവിടെ ഉള്ളത്. അടുപ്പിച്ചടുപ്പിച്ച് എത്രയാ വലിയ വലിയ ഫ്ലാറ്റുകൾ, ഭയങ്കര സംഭവമാണ്. നമുക്കിവിടെ കുറച്ച് സമയം ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഇത് ഓരോരോ പോർഷൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിലേക്ക് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് സിറ്റീസും കൂടി കാണിച്ചിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാനും. ട്രാഫിക് കുറച്ച് ജാമാണ്, അത് ഓണായിട്ടില്ല. ഓക്കെ, അവിടെ ഷങ്ങായിലെ ടാക്സി നോക്ക് റെഡ് കളർ, അതേസമയം ബീജിങ്ങിൽ പച്ചയും ഒരു ചുവപ്പ് കളറ്, ഇവിടെ നഞ്ചങ്ങിൽ പച്ച. അങ്ങനെ ഓരോ നാട്ടിലും പ്രത്യേക കളറാണ് കേട്ടോ. ഇവർ ട്രാഫിക് വണ്ടിക്ക് കൊടുത്തിന് അല്ല ടാക്സി വണ്ടിക്ക് ഇതുണ്ട്. ഈ ടാക്സി ഫുള്ള് റെഡാണ്. അങ്ങനെ നമ്മൾ ഷങ്ഹായി എത്തിയിരിക്കുന്നു. യെസ്, ട്രാഫിക് ഓണായി. നമ്മുടെ മുന്നിൽ വലിയൊരു സാധനമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ പോയി ഒന്നും കാണൂല. വണ്ടി ജസ്റ്റ് ട്രാഫിക് പോലീസിനെ കണ്ട, ചൈനീസ് പോലീസിനെ കണ്ടിക്കില്ല എന്ന് പറയണ്ട. നമുക്ക് ഇപ്പുറത്ത് കയറ്റാം. അപ്പൊ ഇതാണ് മക്കളെ ഷങ്ഹായ്. ഇനി ചൈന കണ്ടിക്കില്ല എന്ന് പറയണ്ട. ഇതൊരു ലോകമാണ് കേട്ടാ. നോക്ക് എൻ്റെ മോനെ, ഇവർ ഈ ഫ്ലാറ്റുകളൊക്കെ ഒരു പ്രത്യേക ബിൽഡിങ്ങിൻ്റെ ഒരു അമ്മാനമാടുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. നോക്ക്, എൻ്റെ ഈ തൂണ് നോക്കിയാട്ടെ. അതായത് നമ്മൾ ഈ റോഡ് കയറുമ്പോൾ ഷങ്ഹായിലേക്ക് കയറുന്നതിനുള്ള 2 തൂണുകളാണ്. രാജകീയം പോലത്തെ ഒരു സ്ഥലത്തിലൂട്ടാട്ടെ പോന്നെ. അയ്യവാ, കിടിലനാണ് മക്കളെ, കിടിലൻ. അപ്പോൾ ബീജിംഗ് ഒന്നും എല്ലാം തോന്നുന്നല്ലോ ഷങ്ഹായി കാണുമ്പോൾ. ഈ ഷങ്ഹായി കടലിൻ്റെ ഭാഗമാണ്. അതായത് ചൈന രാജ്യത്തിൻ്റെ അപ്പുറത്ത് ജപ്പാനും നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഹോങ്കോങ്ങും മക്കാവും എല്ലാം ഇതിൻ്റെ സൈഡിൽ വരുന്നതാണ്. നമ്മളെ റൈറ്റ് സൈഡിൽ ഫുള്ളും കടലിൻ്റെ ഭാഗമാണ്. ഇത് നോക്കിയാൽ വെറും ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡ് മുതൽ. ഒരു ചെറിയൊരു ദുബായ്, ചെറിയൊരു അബുദാബി അങ്ങനെയെല്ലാം പറയാട്ടാ. ചൈന കാണുമ്പോൾ, ചൈന എന്നല്ല ചൈനൻ്റെ ഓരോരോ ഇതുപോലത്തെ സിറ്റീസുകൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. നമ്മളെ പേൾ ഖത്തറിലോട്ട് പോകുന്നൊരു ഫീലുണ്ട് ശരിക്കും. 2 സൈഡിൽ ഇത്രക്കാരും ബിൽഡിംഗ് എല്ലായിട്ട് കാണുമ്പോൾ എന്താ ഒരു എടുപ്പ്. അതിൻ്റെ ഇടയിൽ കുറേ വണ്ടികളും. പേൾ ഖത്തർ, അബുദാബി, ഷാർജ, ദുബായ്, അങ്ങനെ UAE അല്ലെങ്കിൽ ഒരു GCC കൺട്രീസിൻ്റെ എല്ലാം ഒരു ഫീലാണ് ഷങ്ഹായി. ഷങ്ഹായ് മാത്രമല്ല ചൈനൻ്റെ ഫുള്ളും, ബീജിങ്ങും നഞ്ചാങ്ങും പിന്നെ ഈ സ്ഥലമെല്ലാം ഏകദേശം നമ്മളെ ആ ഒരു GCCൻ്റെ ഒരു ഫീലാണ്. നമുക്ക് ഓരോ ബിൽഡിങ്ങിൻ്റെ എല്ലാം വണ്ണം എന്തൊരു ഹൈറ്റിലാണ് ഉള്ളത്, പല ഷേപ്പിലാണ് കേട്ടോ. ഫ്ലാറ്റുകൾ കാണാൻ തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിന് വേണ്ടി തന്നെ നമ്മൾ കുറച്ച് സമയം നിൽക്കണം ഇതെല്ലാം കണ്ടു തീർക്കണമെങ്കിൽ. എനിക്ക് എൻ്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് നല്ലൊരു ഫോട്ടോ, ഒരു വീഡിയോ എടുക്കണം. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു എടുത്തിക്കില്ലെങ്കിൽ രസമില്ല. നമ്മൾ എല്ലാ രാജ്യത്തും വന്നാൽ അടുത്ത മെയിൻ മോണുമെന്റിൽ നിന്ന് നമ്മൾ വണ്ടിൻ്റെ ഫോട്ടോ ഇതെല്ലാം എടുക്കലുണ്ട്. അപ്പോൾ ഷങ്ഹായിൽ, ചൈനയിലും മറ്റേ ആകെയിൽ നമുക്ക് മറ്റേ ഗ്രേറ്റ് വാളിൻ്റെ സ്ഥലം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഷങ്ഹായിൽ നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഓളെ വെച്ചൊരു ഫോട്ടോയും കുറച്ച് വീഡിയോസ് എടുക്കണം. ഞാൻ അതിനുള്ള സ്ഥലമാണ് തപ്പി നോക്കുന്നത്, എവിടെയോ കിട്ടാൻ നോക്കാം. ഇത് നേരെ പോകാൻ വേണ്ടി മാത്രമുള്ള സിഗ്നലാണ് ഇപ്പോൾ ഓണായിട്ടുള്ളത്.
ഇരുട് വന്ന് തുടങ്ങി. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഇരുടായിപ്പോയി. ഇനി എങ്ങനെയാണ് നമ്മൾ ഇരുട്ടത്ത് ഒരു എടുക്കാമെന്നറിയില്ല. കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. അതിനാണ് മെയിനായിട്ട് ഷങ്ങായി വന്നത്. ആഹാ, ഓരോ വണ്ടികൾ നോക്ക്. ഓഫ്, ഈ ചൈനക്കാരെ വണ്ടി ഉണ്ടല്ലോ എൻ്റെ മോനെ. നോക്ക്, ഇത് മറ്റേ BMW അതുപോലത്തെ അതിൻ്റെ ഒരു സീരീസ് എനിക്ക് മറന്നുപോയി. അതിൻ്റെ കോപ്പി ആട്ടെ ഇത്. ആ ഡിക്കി കണ്ടാൽ മനസ്സിലാവും എന്ത് ഈച്ച കോപ്പിയാടി ഇവരടിക്കുന്നു. അതാ പോന്നു. കുഞ്ഞു കുഞ്ഞു ബസ് ഉണ്ട്. ഈ യെല്ലോ ബസ് സ്കൂൾ ബസ്സാണോന്ന് അറിയില്ല, അതാന്ന് തോന്നുന്നു. ഇതെന്താ എല്ലാവരും ഇതിലോട്ട് പോന്നു. അതാ വേറൊരു വണ്ടി, അതാ ഫ്രണ്ടില് വൈറ്റ് കളറ്. ഇത്ര സ്ലോയില് ക്യാമറ ഓഫാക്കാൻ തോന്നുന്നില്ല. അത്രക്കും ബിൽഡിങ് കാണുമ്പോൾ പിന്നെയും പിന്നെയും ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തോണ്ടിരിക്കും നമ്മൾ. എന്തൊരു സിറ്റിയാലേ ഇത്. നോക്ക്, കണ്ണഞ്ചി പോകുന്ന ഒരു സിറ്റീസാണ് ചൈനൻ്റെ ഓരോ സിറ്റീസും. ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ പോയി? അവിടെ എന്തോ ഇംഗ്ലീഷിൽ എഴുതിന കേട്ടാ. എന്തോ ബുദ്ധ ടെമ്പിൾ ഉണ്ട് അടുത്ത ഭാഗത്ത്. നമുക്ക് പോണതും ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അല്ലോ, ഇത് നേരെയാണോ? ഞാൻ വന്നത് റോങ് വേയിലാണോ? അല്ല. നമ്മൾ 12 മണിക്കെങ്ങാനും വിട്ടതാ. ഇത് ഭയങ്കര സ്ലോ ആയിപ്പോയി. ആടെല്ലാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ സ്ലോ ആയി. നമ്മളങ്ങനെ ഷങ്ഹായി എത്തിയിട്ടാ. ഷങ്ഹായി എത്തിയപ്പോൾ ഇതാ പോണേ ലോങ് കിട്ടാണല്ലോ. നമുക്ക് ലോങ്ങസ്റ്റ് ഏകദേശം ഒരു 3 കിലോമീറ്റർ കിട്ടണമെങ്കിൽ മാത്രം കിട്ടിയേട്ടാ. ഇതാണ് ഷങ്ഹായ് ടൗണിന്റെ ഫസ്റ്റ് വ്യൂ. നോക്ക്, നേരെ പോവാ. ലെഫ്റ്റ് മാത്രമല്ലോ. ഓക്കെ, ഇതിന് കണ്ട എല്ലാം ബീജിങ് പോലെ നഞ്ചങ് പോലെ തന്നെ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സിറ്റികളും. പക്ഷെ ഷങ്ഹായിൽ കുറച്ച് ടവറുകളും ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. നോക്കിയാ ഫ്രണ്ടില് കച്ചറ. അങ്ങനെ പെർമിറ്റ് എടുക്കേണ്ട ഷങ്ഹായിൽ പോലീസ് എനിക്ക് ഫ്രീ ആയിട്ട് പെർമിറ്റ് തന്നു കേട്ടാ. അതായത് പുലി പോലെ വന്നത് എലി പോലെ പോയി. ഇവരാണ് പറഞ്ഞത് സാരമില്ല, നിങ്ങൾ ഇന്ന് ഇവിടെ ഡ്രൈവ് ചെയ്തു. സാധാരണ പെർമിറ്റ് ഇല്ലാണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് അവർ തന്നു. എന്റെ ഗ്ലാസ് എടുത്തോടാ. ബ്ലാക്ക് ഗ്ലാസ് 22. ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഷങ്ഹായിൽ നമുക്ക് പെർമിറ്റ് തന്ന പോലീസ്. അയാൾ ഒരു നല്ല മനുഷ്യനാ. അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ കാല് കുറച്ച് താത്തിട്ട് അങ്ങോട്ട് ഇരുന്നോ. ഉപ്പര അവിടെ ഉണ്ട്. നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം. ബസ്സുണ്ട്. അയാൾ ടാറ്റ പറഞ്ഞു. എന്റെ മോനെ
എങ്ങനെയുണ്ട് ഷങ്കായ്? എവിടെ പോയാലും ഇതുപോലെ കൊറേ ഒന്നാമത് ലേഡി ഡ്രൈവ് ചെയ്ത് വരുമ്പോ അവര് ഭയങ്കര റെസ്പെക്ട് ആണ്. നീ എന്ന് വിചാരിച്ച് ഭയങ്കര വിലയാണ്. ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു മലയാളിക്കാരെ പേൾ ടവറിന്റെ ഫ്രണ്ടില് ഒരു ഫോട്ടോഷൂട്ട് അതാണ് ഇതേണ്ട ഇവൻ പറയാണ് ഇങ്ങനെ പിടിച്ചോ. ഇവന് നമ്മുടെ നാട്ടുകാരനാണ്, മലയാളിയാണ്. ഞാൻ പറയാം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു മല്ലൂസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം പത്തനംതിട്ട നാട് ഇവൻ ഇവിടെ ഈ ചൈനയിലെ കുറച്ച് പരിപാടികളായി നടക്കുന്ന ഒരാളാണ്. നമുക്ക് നേരെ പോണ്ടേ? നമ്മളെ സംഭവം കഴിഞ്ഞു. ഇനി വണ്ടി പാർക്ക് ചെയ്യാം, നമുക്ക് ട്രെയിനിൽ കയറി പോവാം. വണ്ടി പാർക്ക് ചെയ്യലാണ് നോക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ലൈറ്റ്സ് ഓൺ ആയി നമുക്ക് ഇതാണ് പണ്ട് ഇവിടെ തന്നെ ഇതെല്ലാം ഇന്നലെ ഇവര് പെർമിറ്റിൽ വെക്കുന്ന കേട്ടോ. ഇവിടെ കേറണമെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ. പക്ഷെ ഈ സെയിം പെർമിറ്റ് ഇല്ലേ ഞങ്ങക്ക് ബീജിംഗ് നിന്ന് പോലീസുകാർ എടുത്തന്നെ. ബീജിംഗ് നിന്ന് പോലീസുകാർ സാധാരണ ഇവിടെ കയറണമെങ്കിൽ പെർമിറ്റ് അല്ല ആവശ്യം. പക്ഷെ നമ്മളൊന്നും ഇല്ലാണ്ടാണ് കയറി വന്ന്. മലയാളി ഡാപ്പൊളി. ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ ഓണി ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ടൂറിസ്റ്റ് കാറില്ല, നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവർ കുറെ എല്ലാം കണ്ണെടുക്കും. ഇങ്ങനെ തന്നെയാ GCC അല്ലേ, കുവൈത്ത്, സൗദി, ഒമാനിലെല്ലാം പോലീസുകാർ എന്തെങ്കിലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല, അവരങ്ങനൊന്നും ചെയ്യില്ല. അപ്പൊ ഇതാ ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ഷങ്ഹായ്. ഇനി ഇങ്ങനെ പിടിക്കണം, എന്നാലേ കാണാൻ പറ്റും. ഇനി നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നേരെ ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന. എവിടെയാണ് പാർക്ക് ചെയ്യണ്ടേ? നീ ഇവിടെ എത്ര കൊല്ലായി മെൽബിനെ? ഒരു കൊല്ലം. നീ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നേ? എന്താ റിസർച്ച് ചെയ്യുന്നത്? എങ്ങനെ ഈസിയായി പണക്കാരനാകാം, അതാണോ? ഇന്നലെയാണ് എന്റെ മെയിൻ വീഡിയോ കയറി കത്തിയത്. ഒരു 4000 ആളുകളെ. ഒരു അത്ഭുത ലോകമാണ് ഷങ്ഹായ്. ഭൂന്ന് പറഞ്ഞ എന്താടാ? നമ്മളങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താ സംഭവം, ഇവരൊരു സംഭവമാണ്. നമ്മള് ഈ ലണ്ടനിലെല്ലാം ഇങ്ങനെ ആളുകള് സ്ട്രീറ്റില് അവരെ പേരും കാര്യങ്ങളും എഴുതിയിട്ടുള്ള കുറെ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പൊ അതിന്റെ വലിയൊരു സ്ക്രീൻ തന്നെ സെയിം സാധനം ഖത്തറിലുണ്ട് കേടാ, നമ്മള് ഫിഫയുടെ ടൈമില്. ഇതിന്റെ വേറെ വലിയ സ്ക്രീന് പ്രോഗ്രാമെല്ലാം വെച്ചിട്ട്. അപ്പൊ ഇതാ ബഡ് നമ്മൾ നേരത്തെ അവിടെ വെച്ചിട്ട് വണ്ടിന്റെ ഫോട്ടോ എടുത്ത് അപ്പോഴത്തേക്ക് പോലീസിൽ വന്ന് ഭയങ്കര കുളിക്കും. പക്ഷെ നമുക്ക് ഒരു സമയം തന്നെ വണ്ടി വെക്കാൻ വേണ്ടിട്ട്. ഈ ഒരു ഏരിയ കാണുമ്പോൾ പ്രവാസികൾക്ക് വേഗം മനസ്സിലാവും നമ്മൾ പേൾ ഖത്തർ, അതുപോലെ തന്നെ സൗദി റിയാദിന്റെ ഭാഗം ഫുൾ ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ കുവൈത്ത് ടവർ പോലെ തന്നെയാണ് ആ ടവർ കാണാൻ. കുവൈത്തിന്റെ ഒരു ഭാഗം മുഴുവനും കുവൈത്ത് സിറ്റി ഏകദേശം ഇങ്ങനെയാണ് കാണാൻ. അതുപോലെ നമ്മുടെ ദുബായിലെ ഷേഖ് സായിദ് റോഡ്, അങ്ങനെ GCC കൺട്രീസിന്റെ ഒരു ഒത്ത നടുവാണ് ഈ പറയുന്ന ഷങ്ഹായ്. ചൈനയിൽ വേറെ എവിടെ പോയാലും ഈ വൈബ് കിട്ടൂല. ഷങ്ഹായ് മാത്രമാണ് ഏറ്റവും മനോഹരമായ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫൈനലി എയർപോർട്ടിലെത്തി. ഇവിടെ വരെ മാത്രമേ ഇന്ന് സ്റ്റോപ്പുള്ളൂ. ഇനി വേണ്ട ആൾക്കാർ തിരിച്ചു പോകാം. പക്ഷെ ഭയങ്കര പൈസ. ഇവർ ഏകദേശം ഒരു 600 റുപ്യ നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ടാണ് കയറിയത്. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിൽ നീര് നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് പോകുമ്പോൾ ഇവൻ പറയുന്നത് വെച്ചാൽ ഫോണെല്ലാം എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് സാധനം പറഞ്ഞു ഇറങ്ങണ്ടേ. അങ്ങനെ വളരെ എന്താ പറയണ്ടേ, പുഷ്പം പോലെ നമ്മളെ മെട്രോൻ്റെ ഉള്ളിലത്തെ നിമിഷങ്ങൾ കഴിഞ്ഞു പോയി. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഇവിടുത്തെ ആൾക്കാർക്ക് പൈസ കുറവായിരിക്കലടാ, എല്ലാവർക്കും അതേ പൈസയാ. അപ്പൊ ഡെയിലി പോകുന്ന വരുന്ന 1000 റുപ്യ ഇതിനെ കാണണല്ലോ. ഇതിന്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫ്രണ്ട് കാണുന്നത്. പുതുമയല്ല, അവര് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്. പിന്നീടാ സാധനം വാങ്ങിച്ച് മാസം കാണിക്കേ? ഇല്ലടാ, മാസം കാണിക്കാനില്ല. എനിക്ക് പെട്രോൾ അടിക്കാൻ ഇപ്പൊ ഇന്ത്യയിൽ എത്തണമെങ്കിൽ തന്നെ 10 ലക്ഷം വേണം. ഇതുണ്ട്, ഇതെല്ലാം ഫുള്ള് സിൽവറിന്റെ ഓരോ ഐറ്റംസ് ആണ്. ഇത് സ്പൂണിൽ ഇട്ട് വെക്കുന്ന ഇതിന്റെ കവറാണ്. ഇതെന്താ സിൽവർ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു അങ്ങനെ എന്തോ ചൊല്ലിയില്ലേ മലയാളത്തില്. അപ്പൊ വെള്ളിക്കരണ്ടി ആയത്, വെള്ളിക്കരണ്ടി. നല്ല തിളക്കമുണ്ട് കേട്ടോ. ഇവര് നല്ലോണം ഇതിനെ കൊണ്ടെടുക്കുന്നുണ്ട്. കുറേ പാത്രങ്ങളുണ്ടോ, ഇതെല്ലാം സിൽവറാണ്. സിൽവറിന്റെ പാത്രങ്ങള്, സ്പൂണുകള്, പിന്നെ ഇതാ ഈ വളകള്. ഇവര് ഇഷ്ടംപോലെ ഇതൊക്കെ ഈ എന്താ പറയാ, ഇവരിത് ഭയങ്കര ഭാഗ്യം കണക്ക്. ഇത് കണ്ട, ഇതിങ്ങനെ ഇടും, തുറക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നല്ല തിളക്കമുണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, മാലകളുണ്ട്. അതുപോലെ തന്നെ
ഇത് ഫുള്ള് ഒരു സിൽവറിൽ തീർത്ത ഒരു മയിലാണ്. മയില് കണ്ട ഇല്ലേ, മയില്. ഇത് ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അവർക്ക് ആ ലൈറ്റ് ഭയങ്കര കാര്യമാണ്. പിന്നെ കീ ചെയിൻസ് ഉണ്ടോ, കീ ചെയിൻസ് എല്ലാം ഫുള്ളും സിൽവറിൽ ഉണ്ടാക്കിയിട്ടുള്ള. ഇത് പണ്ടത്തെ ചൈനീസ് രാജാക്കന്മാരെ ഒരു മോഡലാണ്. വാരിയർ എന്നാ പറയുക ഇവര്, സമുറായി എന്നെല്ലാം പറയുന്ന പോലെ. ഇതവിടെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കപ്പുകള്, കോപ്പകള്, ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയൊരു ചായപാത്രം കണ്ട, ചായപാത്രം, അവിടെ ചായ കുടിക്കുന്ന പാത്രം. ഈ സെറ്റിന് ഏകദേശം ഒരു നല്ല പൈസ വരും. ഒരു 10-20,000 രൂപ എന്തായാലും നമ്മള് കാണണം. ഈ വലിയ പൈസക്കാരെല്ലാം ചൈന വന്ന് പോകുമ്പോ അവരിങ്ങനെ ഒരു ഓർമ്മക്കായിട്ടെല്ലാം വീട്ടില് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇത് ഉപയോഗിക്കും. പക്ഷെ നല്ല രസമാണ്. പക്ഷെ എനിക്കിത് വാങ്ങിക്കാനൊരു ശേഷിയില്ല. ഒറ്റ ഇത് എത്രയായിരിക്കും ഇത് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ? ഇത് 64.2 ഗ്രാം ഉണ്ട്. അതേ ഇൻറ്റു എന്നാ ഭയങ്കര പൈസയാവും. എന്നാ വേണ്ട, തൽക്കാലം ഞാൻ ആ ആഗ്രഹം അങ്ങ് തീർത്തു. ഇതേണ്ട, ഇതെല്ലാം കീ ചെയിൻസ് ആണ്. പല സാധനങ്ങളുണ്ട്. അതാ പറഞ്ഞു ചൈനയില്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണം കേട്ടോ, എന്നാലൊരു ഓർമ്മ. പക്ഷെ ഇത് ഭയങ്കര പൈസ ഇപ്പോയി. ഇത് പഴയ കാലത്ത് ചൈനയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ത്രാസില്ലേ, തൂക്കുന്ന സാധനം, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇവരെ കുഞ്ഞി പീച്ചാത്തി കത്തിയാണ് അതിൽ കാണുന്നത്. ഇതെല്ലാം ഇവരെ പണ്ടത്തെ സാധനങ്ങളാണ്. ഇതിവര് കുറെ ഉപയോഗിക്കുമ്പം ഇതേണ്ട മാലകള്. ഈ സെയിം സാധനം UAE-ലെല്ലാം കുറെ സ്ഥലത്ത് നമ്മൾ കണ്ടിന്. GCC-ലെല്ലാം ഉമ്മാമാർ ഇപ്പോഴും പഴയ ആൾക്കാർ ഇടുന്നുണ്ട് ഇങ്ങനത്തത്. പക്ഷെ ഇതെല്ലാം പക്കാ സിൽവറാന്നാ പറയുന്നത്. ഈ കാവിലിട്ടാ പിന്നെ മനുഷ്യൻ ബാക്കിയുണ്ടാവും. നോക്കിയിട്ട് എന്തൊരു വെയിറ്റാ. പിന്നെ ഇത് ആൾക്കാർ സിൽവർ തൂക്കി വാങ്ങുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അതാ ഒരു പാജി വല്യ വല്യ. വേണ്ട, ഇത് നമ്മള് ഇതിന്റെ കൂടെ റൂബി അങ്ങനത്തെ എല്ലാം കുറച്ച് കല്ലുകൾ വെച്ചിട്ടുള്ള വളകളാണിത്. ഒരു കീ ചെയിനുകൾ. ഇതിന് നല്ല പൈസ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഫണ്ടാണ്. 659 യുവാന്. 600 പറഞ്ഞാൽ നല്ല 5000-ന്റെ അടുത്തായി. ഇതാ വേറെ ടൈപ്പുള്ള കീ ചെയിൻസ് എല്ലാം കണ്ടോ. ഓക്കെ മതി. എന്റെ ക്യാമറമാൻ, നമുക്ക് ഡ്രാഗൺ എടുക്കാറിടാം. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും കൂടി ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതല്ലേ? ഇതാ നമ്മൾ കയറി വരുമ്പോൾ കിട്ടിയ സാധനമാണ്. ഇവരിങ്ങനെ ഡ്രാഗൺ ഇവരെ ചൈനക്കാരെ ഭയങ്കര ഭാഗ്യത്തിന്റെ ഒരു സാധനമാണ്. ഇവരെ മെയിനായിട്ടുള്ള സംഭവം ഈ പുതുവർഷം വരുമ്പോ എല്ലാം ഇവർ ഇതിനെ ആരാധിക്കുന്ന ഒരു സംഭവം. ഇത് ബുദ്ധിസ്റ്റുകളാണെങ്കിൽ ഇവർക്ക് ഈ ഡ്രാഗൺ എന്തോ ഭയങ്കര സംഭവമാണ് ചൈനക്കാർക്ക്. ഇതെന്താണ് ഇത്? ഡ്രാഗണിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇവിടെ. എന്തോ മോനെ വലിയ ഡ്രാഗൺ ആണല്ലോ. അതിന്റെ സൗണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഇത് ഫുള്ളി ഒരു പുക ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ പുക വരുത്തുന്നേ? ഓ, ഇഷ്ടംപോലെ ആൾക്കാർ മാത്രം കാണാൻ വെച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഡ്രാഗൺ, ചൈനീസ് ഡ്രാഗൺ. ഇവർക്ക് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത്. നമ്മളങ്ങനെ ഡ്രാഗണും കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ശരിക്കും കുവൈത്ത് ടവറില്ല. അതന്നെ അതിന്റെ 3 ഉണ്ടെങ്കിലും ഇവിടെ അതിന്റെ 1 കാണാൻ പറ്റുന്നത്. ഷങ്കായില് എന്താണ് ഇതിന്റെ ഈ ഒരു ലൈറ്റിന്റെ പ്രത്യേകത? ടവർ തന്നെ ഇത് ശരിക്കും എന്തിന്റെ ബിൽഡിങ്? പക്ഷെ ശരിക്കും ഒരു അറബ് കോളത്തിലേക്കായിപ്പോ അതിന്റെ ബിൽഡിങ്. ആദ്യം ചൈനയിലെ ടോപ്പ് 10-ലുള്ള ടോളസ്റ്റ് എന്തോ സംഭവമാണ് ഇതാ. ഓ, നോക്ക്, ഫുൾ ഷങ്കായി ആണ് കാണുന്നത്. ഓ, ആയിവാ. ഇത് നമ്മളിപ്പോ ഇങ്ങനെ ചരിഞ്ഞാട്ടാ പോണേ. ഓ, മാഗ്നറ്റിലാണ് ഈ ട്രെയിൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പറയുന്നത്. സാധാരണ നമ്മൾ കണ്ടത് അതിനായിട്ട് പ്രത്യേകിച്ച് ബ്രിഡ്ജും ട്രാക്കെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് മാഗ്നറ്റ് ട്രാക്കാണ്. ഷങ്ഹായ് ആണ് ഫ്രണ്ടിൽ കാണുന്നത് ഫുള്ളായിട്ട്. എൻ്റെ മോനെ നോക്ക്, ഷങ്ഹായ് ഒരു അത്ഭുതമാണ്. ഇതാണ് ഫുൾ ഷങ്ഹായ് ടൗൺ. ഓ, നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ.
അതുപോലെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും എത്ര സ്പീഡിലാണ് പോകുന്നത്. ഇതാ ലോക്ക് ചെയ്യാൻ തോന്നുന്നു. എന്നാലും 301 ഇതാ 300 301 നമ്മളിപ്പോൾ ഉള്ളത് ഷങ്കായി തന്നെയാണ്. ഷങ്കായിൽ ഇവിടെ ഫുൾ ഇവരെ ഒരു കൾച്ചർ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ കാണുന്ന സിൽവർ ഇല്ലേ, അതാണ് ഇതൊരു 50 കിലോ ഉണ്ട് കേട്ടോ. പിടിക്കാണെങ്കിൽ അത്രക്കും വെയിറ്റ് ആണ്. നോക്ക്, ഇതെല്ലാം ഇവരിങ്ങനെ ഉരുക്കി വെച്ചാണ് ആൾക്കാർ വാങ്ങിച്ച് വീട്ടിൽ ഷോന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഏകദേശം 1 ഗ്രാം സിൽവറിന് ഇവർക്ക് വരുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു 100 സംതിങ് 150 റുപ്യ അല്ലെ, 300 റുപ്യ അത്രേ ഉള്ളൂ. ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ. ഇത് ശരിക്കും 100% മാഗ്നറ്റ് കാന്തത്തിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല കുറേ ഭാഗത്തോട്ട് പോയത്. ഇത് മുഴുവനായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങനെ തട്ടുന്നില്ല. ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ കാന്തം എങ്ങനെയാണ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെയാണ് ശരിക്കും ഇത് പോകുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്. 350 കിലോമീറ്റർ എല്ലാം ഒരു പെർ ഹവർ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി കഴിഞ്ഞ് ചൈനയിൽ വന്നിട്ട് ഓക്കെ മതി. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. അതായത് 9:45 തിരിച്ചു വരണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് VIP എന്ന് മനസ്സിലാവുന്നില്ല. VIP എന്താ എക്സ്ട്രാ? ഒരു ഗ്ലാസ് വെള്ളം അല്ലേ. പിന്നെ ഇവിടെ കാർഡ് യൂസ് ചെയ്താൽ ഫസ്റ്റ് റൈഡിന് അവർ പൈസ തിരിച്ച് കയറി നിങ്ങൾ പറഞ്ഞത് കുറച്ച് പൈസ നമുക്ക് ബാക്കി കിട്ടുന്ന പറയുന്നത്. സൈൻ ഓക്കെ സോ സൈൻ. 你好，机票行程订单有吗？Please, this one for 70, last one 940. Okay. 940 വരെ ഇതിന് വാലിഡ് ഉള്ളൂ അല്ലേ? അപ്പോൾ ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എവിടെയാണെന്ന് വെച്ചാൽ അത് ഷങ്കായിലാണ്, ചൈനയിൽ. നമ്മൾ ആ ട്രെയിൻ കയറാൻ പോകുന്ന മാഗ്നറ്റ് ട്രെയിൻ എന്ന് അതിന് പറയാം. അതായത് മണിക്കൂറിൽ 430 കിലോമീറ്ററാണ് അതിൻ്റെ വേഗത. നമ്മൾക്ക് അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ള Longyang Road, doors will open on the left. 上下车当心缝隙，请注意脚下安全。门灯闪烁时，请勿上下车。അപ്പോൾ ഇതാണ് വേൾഡിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ. ശരിക്കും പറയാൻ ഞാൻ വന്ദേ ഭാരത് കയറിയിട്ടില്ല. നമ്മൾ വന്ദേ ഭാരതിൻ്റെ ഉള്ളെല്ലാം പോലത്തെ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും 250 മണിക്കൂർ 250 കിലോമീറ്ററിൻ്റെ മുകളിലാണ്. പക്ഷേ ചൈന 430 500 അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ഗുഡ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് കിലോമീറ്റർ ശരിക്കും കാണിക്കും കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര കിലോമീറ്റർ ആവുന്നതെന്നുള്ളത്. പിന്നെ വെറും എയർപോർട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കൂടാ. അതായത് ഭൂമിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന മെട്രോ പോകുന്നത് കേട്ടോ. അതായത് ഈ ചൈനയുടെ പ്രത്യേകിച്ച് ചൈനയുടെ എല്ലാ മെട്രോ റെയിലും പോകുന്നതെന്ന് വെച്ചാൽ ഭൂമിൻ്റെ ഏകദേശം 10 മീറ്റർ അടിയിലൂടെയാണ്. ഇതിൻ്റെ മുകളിൽ ചിലപ്പം റോഡുകളോ ബിൽഡിങ്ങുകളോ അങ്ങനെ എന്തുണ്ടാവും. കാരണം പുറത്തൊരിക്കലും ചൈനയിലെ മെട്രോ നമുക്ക് കാണാൻ പറ്റില്ല. മെട്രോ ഉണ്ട്, ഫുൾ കവറാണ്. സെയിം സംഭവം നമ്മൾ ദുബായിലുണ്ട്. ടർക്കിയിലുള്ള ഇങ്ങനെയാണ്, മെട്രോ അങ്ങനെ ഓപ്പൺ അല്ല. നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് മെട്രോ അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം മെട്രോ ഫുൾ കവറാണ്. വണ്ടി വന്ന് ഇവിടെ നിന്ന് മാത്രമേ ഇത് സംഭവം ഓൺ ആവുള്ളൂ കേട്ടോ. നമ്മളിതാ മെട്രോ കയറാൻ വേണ്ടി പോന്ന ചൈന മെട്രോ. ഇനി ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു ഷങ്ഹായ് മെട്രോ പ്രത്യേകം എടുത്ത് പറയണം ഇവൻ പറയുന്നത്. കാരണം ഇവർക്ക് ഷങ്ഹായ് എന്ന് പറഞ്ഞിട്ടൊരു സമാധാനമില്ല. ഓക്കെ, ഷങ്ഹായ് മെട്രോയിൽ നമ്മൾ കയറാൻ പോകുന്ന ഈ മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ ആ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിൽ കയറാൻ പോകുന്നത്. എടാ ട്രെയിനിന്റെ പേരെന്താ? ബുള്ളറ്റ് ട്രെയിൻ അല്ല. ബുള്ളറ്റ് എവിടെയുള്ളേ? ലോങ്യാങ് റോഡ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് എയർപോർട്ട് വരെ ഏകദേശം 7 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ഒരു ഇതാണ്. എത്ര അതിന്റെ സ്പീഡ്? എത്ര മണിക്കൂർ? 431 കിലോമീറ്റർ പെർ അവർ. ഓ, മാഗ്നറ്റിന്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു ട്രെയിനാണ് നമ്മൾ അത് അല്ലേ. അതുപോലെ മറ്റേ ചൈനയിലുള്ള ആ ഒരു സ്പീഡ് ട്രെയിനോ ബുള്ളറ്റ് അതെവിടെയുള്ള ട്രാക്കിൽ കൂടാണ് പോകുന്നത്. അല്ല, അതെവിടെ ശരിക്കും? അത് നമുക്ക് ആക്ച്വൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോകണം. അതെല്ലാ സ്ഥലത്തും ഉണ്ടോ? യുവിലും ഗോങ്ചോയിലും നാട് അത് തപ്പിയെടുക്കാം. അപ്പം പോകണമെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ ആയിരിക്കും ബെസ്റ്റ്. ആ, ഭയങ്കര കുറവായിരിക്കും അല്ലേ. നമുക്ക് ആദ്യം നിർത്തല്ല പൊട്ട. ഇതാണ് ടിക്കറ്റ് ഉണ്ടോ. അതായത് ഒരു വേ പോകാൻ വേണ്ടി മാത്രം 50 ആണ്. 50 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 600 റുപ്യാണ്. അത് എക്കണോമി ആണ് 50, അത് VIP ആണെങ്കിൽ 100 ആണ്.
ഇനിയിപ്പോൾ റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 80. റൗണ്ട് എടുക്കണ്ടേ അപ്പോൾ തിരിച്ചു വരണ്ടേ? റൗണ്ട് എടുക്കുമ്പോൾ ഒരു 20 ഉറുപ്പ്യൻ്റെ ലാഭം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് റൗണ്ട് വരുമ്പം 160 ആണ്. പകലാണെങ്കിൽ എന്തെങ്കിലും കാണുമല്ലേ? രാത്രിയായിപ്പോയി. രാത്രിയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ക്യാമറയിൽ സാധനം എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം ഗ്ലർ അടിച്ചിട്ട്